മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ റജബിൻ്റെ ഒന്നാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. റജബ് ബറക്കത്തിൻ്റെ മാസമാണ്. ലോകത്ത് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം ബറക്കത്താണ്. 10 കോടി റുപ്യ ഉണ്ടായിട്ടും കാര്യമില്ല, ബറക്കത്തില്ലെങ്കിൽ 5 ദിവസത്തിൻ്റെ ഉപകാരം ഉണ്ടാവില്ല. ബറക്കത്തുള്ള 1000 റുപ്യ ഉണ്ടെങ്കിൽ എല്ലാ ചിലവും കഴിഞ്ഞിട്ട് 500 റുപ്യ ബാക്കി ഉണ്ടാവും. അങ്ങനെയാണ്. ചില ആൾക്കാർക്ക് ഒരുപാട് മക്കളുണ്ടാവും, ആവശ്യ നേരത്തെ ഒറ്റൊന്നും ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് ഒറ്റ ചെറുക്കനെ ഉണ്ടാവുള്ളൂ, എല്ലാറ്റിനും ഉണ്ടാവും, ആവശ്യം കഴിഞ്ഞ് ബാക്കി ഉണ്ടാവും. അങ്ങനെയാണ്. എല്ലാ കാര്യത്തിലും ബറക്കത്തുണ്ട്. അതുകൊണ്ട് എപ്പോഴും ബറക്കത്തിന് വേണ്ടി ദ്വാരക്കണം. ബറക്കത്തിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദുആയാണ് സുബ്ഹിയിലെ ഖുനൂത്ത്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത്. തോന തരണേ എന്നല്ല, വബാരിക് ലനാ ഫീമാ അഅതൈത്, തന്നതിൽ ബറക്കത്ത് നൽകണേ എന്നാണ്. ബർക്കത്തല്ല കേട്ടോ, ബറക്കത്താണ്. ബർക്കത്ത് എന്ന് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ ഒന്ന് മലയാളത്തിലാക്കിയിട്ട് പറഞ്ഞ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ ബറക്കത്ത് എന്നാണ്. ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ബറക്കത്തിനെ നൽകട്ടെ. അപ്പോൾ സുബ്ഹിയിലെ ദുആയാണ്, ഖുനൂത്താണ്, ബറക്കത്തിന് വേണ്ടിയുള്ള ദുആ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്തുണ്ട്. ഇൽമിൽ ബറക്കത്തുണ്ട്, ആയുസ്സിൽ ബറക്കത്തുണ്ട്, ശരീരത്തിലും സമ്പത്തിലും ബറക്കത്തുണ്ട്, മക്കളിൽ ബറക്കത്തുണ്ട്. ചില നാട് വല്ല ബറക്കത്തുള്ള നാടുണ്ടാവും. അങ്ങനെയുണ്ട്. ഒരു നാടിൻ്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ മുമ്പ് ജീവിച്ച് മൺമറഞ്ഞവരോ ആയ ഏതെങ്കിലും ഒരു മനുഷ്യനായിരിക്കും അതിൻ്റെ കാരണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം വലിയ ബറക്കത്തുള്ള മനുഷ്യനായിരുന്നു. നൈൽ നദിയുടെ ഒരു തീരത്താണ് യൂസുഫ് നബി അലൈഹിസ്സലാം താമസിക്കുന്നത്. ഒരിക്കൽ മറുകരയിലുള്ള ആളുകൾ വന്ന് യൂസുഫ് നബിയോട് പറഞ്ഞു, യൂസുഫ് നബിയെ അലൈഹിസ്സലാം, നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് കുറച്ചാലൊന്ന് പാർക്കണം എന്ന് പറഞ്ഞു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, ഞാൻ എന്തിനാ ഞങ്ങളെ നാട്ടിൽ വന്ന് പാർക്കണമെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നിങ്ങൾ ഇവിടെ പാർത്തിട്ട് ഇവിടെയുള്ള ആൾക്കാരുടെ കടമൊക്കെ വീടി, പെരപ്പണിയൊക്കെ തീർന്ന്, കച്ചവടമൊക്കെ ഉഷാറായി, കൃഷിയൊക്കെ നേരായി, എല്ലാവരും പൈസക്കാരായി, നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ ഒന്ന് വന്ന് താമസിച്ചാൽ അവിടെയും അങ്ങനെ ആകുന്നാണ് ഞങ്ങളെ വിശ്വാസം എന്ന് പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം, ഇന്നെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം മറുകരയിൽ പോയി താമസിച്ചു. അവർ വിചാരിച്ചതുപോലെ തന്നെ ജലസേചനം നടന്നു, കൃഷിയുണ്ടായി, കച്ചവടം ഉഷാറായി, പെരപ്പണി തീർന്നു, കടങ്ങളൊക്കെ വീടി, എല്ലാവരും സമ്പന്നന്മാരും വലിയ റാഹത്തുള്ളവരുമായി തീർന്നു. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. മടങ്ങിപ്പോരുന്നതിൻ്റെ മുമ്പ് വിരുന്ന് പോയ നാട്ടിൽ വെച്ച് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം വഫാത്തായി. വഫാത്തായപ്പോൾ അവർക്കിടയിൽ ഒരു തർക്കമുണ്ടായി. മറുകരയുള്ള ആൾക്കാർ പറഞ്ഞു, ഞങ്ങളെ നാട്ടുകാരനാണ്, മറവിയാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു. ഇക്കരമുള്ള ആൾക്കാർ പറഞ്ഞു, അമ്പിയാക്കൾ മരിച്ചോട് തന്നെ മറവിയണമെന്നാണല്ലോ, അതുകൊണ്ട് ഇവിടെ മറവിയാണ് കൊണ്ടുപോകാൻ പറ്റൂലാർന്നു. അങ്ങനെ മയ്യത്തിന് വേണ്ടി തിരക്കൂടി. ബറക്കത്തുള്ള മനുഷ്യൻ മരിച്ചിടന്നാലും മതി എന്നാണ്. അങ്ങനെയാണ്, ജീവിച്ചിരിക്കണം എന്നൊന്നുമില്ല. ബറക്കത്തുള്ള മനുഷ്യന്മാരും മരിച്ചിടന്നാലും ബറക്കത്തേക്കാരൻ. നമ്മൾ ചിലപ്പം പറയല്ലോ, ചില കച്ചവടക്കാരെ പറ്റിയിട്ടൊക്കെ പറയും, ഓൻ്റെ അടുത്താണ് കിട്ടിയാൽ പിന്നെയാണ് കച്ചവടമാവുന്നത്. അങ്ങനെ ബറക്കത്ത് എല്ലാ വിഷയത്തിലും ബറക്കത്തിന് എപ്പോഴും ദ്വാരക്കണം. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസക്ക് വേണ്ടി അക്കരമുള്ളവരും ഇക്കരമുള്ളവരും തിരക്കൂടി. നാട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുപോവാണ് എന്ന്. മരിച്ച നാട്ടുകാർ പറഞ്ഞു, തരൂലാന്ന്. അങ്ങനെ ഹത്തായഖ്തതിലു എന്ന് തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. രണ്ട് കൂട്ടരും പരസ്പരം വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. തരൂലാന്നോ, ഞങ്ങളൊന്ന് കൊണ്ടേക്കാണി കാണിച്ചു തരാലോ എന്നായി.
അങ്ങനെ വാളെടുത്തു. അവസാനം രണ്ട് നാട്ടിലെയും വിധികർത്താക്കൾ, ഖാദിമാര്, ഹാക്കിമുകൾ യോഗം ചേർന്നു. ഇതിനിപ്പോ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? രണ്ടു കൂട്ടരും കൂടിയും അവസാനം കൂടി ആലോചിച്ചിട്ട് തീരുമാനം എടുത്തു. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിനെ ഒരു പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിക്ക് കുറുകെ മണലുഞ്ചാക്ക് വെച്ച് ബണ്ട് കെട്ടി വെള്ളം നിർത്തിയിട്ട് നൈൽ നദിയുടെ നടുവിൽ മറവ് ചെയ്ത് വെള്ളം രണ്ട് ഭാഗത്തിലൂടെയും തിരിച്ചുവിടാം. അങ്ങനെ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിനെ ജനാസ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയുടെ നടുവിൽ മറവ് ചെയ്ത് വെള്ളം രണ്ട് ഭാഗത്തിലൂടെയും തിരിച്ചുവിട്ടു. കുറെ കാലങ്ങൾക്ക് ശേഷം അമ്പിയാക്കളിൽപ്പെട്ട ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നം മുഖേനയായി വഹ്യ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജനാസ നൈൽ നദിയിൽ നിന്നെടുത്ത് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തുള്ള ഇബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു. ഇന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് ഇബ്രോൺ എന്ന് പറയുന്ന ഹറം ഇബ്രാഹിം എന്നു പേരായ സ്ഥലത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഖബർ അവിടെ തന്നെയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും ഖബർ അവിടെ തന്നെയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെയും ഖബർ അവിടെ തന്നെയാണ്. അങ്ങനെ അവിടെ എത്തി. എന്താ പറഞ്ഞത്? ബറക്കത്തുള്ള ഒരു മനുഷ്യണ്ടായാലും സംഗതി ഉഷാറായി എന്നുള്ളതാണ്. അതുകൊണ്ട് ബറക്കത്തിന്റെ ഫറജബുൻ അവ്വലു ശുഹൂരിൽ ബറക അൽ മുൻഖിദതി മിൻ കുല്ലി ഫിത്നതിൻ വഹൽക. റജബ് മാസം ബറക്കത്തിന്റെ ഒന്നാം മാസമാണ്. അപ്പൊ രണ്ടാം മാസോ ശഅബാൻ. അപ്പൊ ബറക്കത്തിന്റെ മൂന്നാം മാസോ റമളാൻ. എല്ലാ പ്രധാനപ്പെട്ട മാസത്തിനും അനുബന്ധമായ 2 മാസമുണ്ട്. റജബ്, ശഅബാന്, റമളാന്. മുഹറം, സഫർ, റബിയുൽ അവ്വൽ. മുഹറം മാസമായാല് റബിയുൽ അവ്വൽ 12-ന് നബിദിന പരിപാടികൾക്ക് കുട്ടികൾക്കുള്ള പാട്ടും പ്രസംഗമൊക്കെ ഉസ്താദ്മാര് കൊടുക്കൽ തുടങ്ങും. റബിയുൽ അവ്വലിന് ഒരുങ്ങാൻ 2 മാസം. മുഹറം, സഫർ, റബിയുൽ അവ്വൽ. റമളാനിന് ഒരുങ്ങാൻ 2 മാസം. റജബ്, ശഅബാന്, റമളാന്. ഇതുപോലെ ഹജ്ജിനും 3 മാസമുണ്ട്. ഹജ്ജിന് അപേക്ഷ വാങ്ങും 1-ാമത്തെ മാസം. പൈസ അവസാനത്തെ കേട് കൊടുക്കാൻ പറയും 2-ാമത്തെ മാസം. പോണത് 3-ാമത്തെ മാസം. ദുൽഹിജ്ജ ഉള്ളത് 3-ാമത്തെ മാസം. അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട മാസങ്ങൾക്കും 3 മാസത്തെ ഒരുക്കുണ്ട്. റജബിനും ഉണ്ട് 3 മാസത്തെ ഒരുക്കം. അല്ല, റമളാനിനും ഉണ്ട് 3 മാസത്തെ ഒരുക്കം. ഒന്ന് റജബ്. റജബുൻ ഷഹ്റുല്ലാഹ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജബ് അല്ലാഹുവിന്റെ മാസമാണ് എന്ന് പറഞ്ഞു. നമ്മൾ റജബ് ആയാൽ ദുആർക്കും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചോനെ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ. അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റജബ് മാസമായാൽ അങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. എന്താണ് റജബിലെ ബറക്കത്ത്? എന്താണ് ശഅബാനിലെ ബറക്കത്ത്? റജബിലെ ബറക്കത്ത് അല്ലാഹുവാണ്. ശഅബാനിലെ ബറക്കത്ത് മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശഅബാനു ശഹരി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ശഅബാൻ എൻ്റെ മാസാണെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റജബ് അല്ലാഹുവിൻ്റെ മാസമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. റജബിൽ അള്ളാനെ കിട്ടണം, ശഅബാനിൽ പുന്നാര നബിയെ കിട്ടണം സല്ലല്ലാഹു അലൈഹി വസല്ലം, റമളാനിൽ ഉമ്മത്ത് മുഹമ്മദിനെ കിട്ടണം സല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് അള്ളാന്റെ മാസം, ശഅബാൻ മുത്തുനബിയുടെ മാസം സല്ലല്ലാഹു അലൈഹി വസല്ലം, റമളാൻ ഉമ്മത്തിന്റെ മാസം. അങ്ങനെയാണ് 3 മാസങ്ങൾ. അപ്പൊ റജബിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം, അള്ളാഹുവിനെ കുറിച്ച് പറയണം, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കണം. ആ റജബിൽ അള്ളാഹുമായുള്ള അടുപ്പം തരണേ എന്നാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ്. റജബിൽ ബറക്കത്ത് ചെയ്യണേ എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ബറക്കത്തുണ്ട്. കാഴ്ചയിൽ ബറക്കത്തുണ്ട്, കേൾവിയിൽ ബറക്കത്തുണ്ട്, സംസാരത്തിൽ ബറക്കത്തുണ്ട്,
അങ്ങനെ എല്ലാത്തിലുണ്ട്. പൈസക്ക് മാത്രമൊന്നല്ല ബറക്കത്തുള്ളത്, എല്ലാ സാധനം. ആയുസ്സിൽ ബറക്കത്തുണ്ട്. ചില ആൾക്കാർ കുറഞ്ഞ കാലം ജീവിച്ചിട്ടുണ്ടാവുള്ളൂ, എന്നാൽ ചെയ്തതൊക്കെ കൂടി നോക്കുകയാണെങ്കിൽ കുറേ കാലം ജീവിച്ച മാതിരി ഉണ്ടാവും. ഇമാമുകളിൽ പല ആൾക്കാരും അങ്ങനെയാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു കുറഞ്ഞ കാലം. സയ്യിദുന മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു കുറഞ്ഞ കാലം. ബഹുമാനപ്പെട്ട യഹ്യ ബിൻ ശറഫുൻ നവവി റളിയല്ലാഹു അൻഹു കുറഞ്ഞ കാലം. എന്നാൽ ചെയ്തതൊക്കെ കൂടി എടുത്തു നോക്കിയാൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി എഴുതിയ കിതാബ് എടുത്താൽ ജനനം മുതൽ മരണം വരെയുള്ള ഓരോ ദിവസത്തിന് ഓരോ നോട്ട് പുസ്തകത്തിൻ്റെ അത്ര എഴുതിയിട്ടുണ്ടെങ്കിലേ മൂപ്പര് എഴുതിയോ കൂടി തീരുള്ളൂ എന്നാണ്. അതിനത്രയും കിതാബ് എഴുതി. കർമ്മശാസ്ത്രം എന്ന ഫിഖ്ഹിൽ ആദ്യം ഒരു കിതാബ് എഴുതി. ബസീത്ത് എന്നൊരു കിതാബ് എഴുതി കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് തോന്നി അടാരപ്പ പഠിച്ചോനെ റബ്ബേ ഇതൊക്കെ കൂടി നോക്കി തീർക്കുക. അങ്ങനെ മൂപ്പരെന്നെ അതൊന്ന് ചുരുക്കി എഴുതി. അതിൻ്റെ പേരാണ് ബസീത്ത് എന്ന് പറയണത്. എഴുതി കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് തോന്നി ആരാപ്പ റബ്ബേ ഇതൊക്കെ കൂടി നോക്കുക, ഒന്നും കൂടിയും ചുരുക്കാന്ന് വിചാരിച്ചിട്ട് മൂന്നാമത് ചുരുക്കി. അതിനാണ് വജീസ് എന്ന് പറയാ. അതന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. കോളേജിലൊന്നും എവിടെയോ ഓതലില്ല വജീസ്, പക്ഷെ ഓതിയോരുണ്ട്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ബസീത്ത് എന്ന വലിയ കിതാബിലുള്ള ഒരു മസ്അല സംബന്ധിച്ചൊരു തർക്കമുണ്ടായപ്പോ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ബസീത്തിൽ പറഞ്ഞ മസ്അല ഇങ്ങനെ തന്നെയാണ്, എനിക്കതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ആ കിതാബ് ഞാൻ 40 തവണ ഒരു തല മുതൽ മറ്റേ തല വരെ ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരുണ്ട്. ഇന്ന നവവി ഇമാമോ കുറച്ചു കാലം ജീവിച്ചിട്ടുള്ളൂ. ഇതൊക്കെയാണ് ഈ ബറക്കത്ത് തരുന്ന സാധനം. പൊട്ടുമുറിയൊന്നും അല്ല ബറക്കത്ത് തരണേ. അതുകൊണ്ട് എപ്പോഴും ബറക്കത്തിന് വേണ്ടി ദുആർക്കണം. ആയുസ്സിലെ ബറക്കത്ത് ആർക്കാണുണ്ടാവുക എന്ന് ഹദീസിലുണ്ട്. മൻ അഹബ്ബ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസരിഹി ഫല്യസിൽ റഹിമഹു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹബ്ബ ആർക്കെങ്കിലും പൂതിയുണ്ടെങ്കിൽ അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി ഭക്ഷണം വിശാലമാകാൻ, വയൻസഅ ലഹു ഫീ അസരിഹി ആയുസ് ദീർഘമാവാനും ആർക്കെങ്കിലും പൂതിയുണ്ടെങ്കിൽ ഫല്യസിൽ റഹിമഹു അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭക്ഷണം വിശാലമാകാനും ആയുസ് ദീർഘമാവാനും ചെയ്യേണ്ടത് കുടുംബബന്ധം ചേർക്കലാകുന്നു. അപ്പൊ ബറക്കത്തിന്റെ വലിയൊരു വഴിയാണ് കുടുംബബന്ധം ചേർക്കൽ. കുടുംബബന്ധം ചേർക്കുന്നവൻ വലിയ ബറക്കത്തുള്ള മനുഷ്യനാകും.